ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റിലെ 9ാം ക്ലാസ് ഹിന്ദിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലി ഗയി എന്നു പേരായ ലേഖനമാണ്. ഇതെഴുതിയത് സ്വയം പ്രകാശ് എന്ന ലേഖകനാണ്. ഓക്കെ, ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ പാഠഭാഗത്തിന്റെ മലയാളം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾക്ക് ഓരോ പാരഗ്രാഫും ഹിന്ദിയിൽ വായിച്ച് മീനിങ് പഠിക്കാം. ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. जब अंग्रेजों के अंतिम वाइसरॉय लॉर्ड माउंटबेटन भारत आए तो उन्होंने सोचा कि गांधी से बात किए बगैर भारत में कुछ नहीं किया जा सकता. तो परंपरानुसार उन्होंने गांधी जी को चाय पर बुलाया और गांधी जी ने यह आमंत्रण स्वीकार कर लिया. ദേക്കോ എന്താ പറഞ്ഞത്? ജബ് എപ്പോഴാണോ അംഗ്രേസോം കെ ഇംഗ്ലീഷുകാരുടെ അന്തിം വൈസ്രോയി അവസാനത്തെ വൈസ്രോയിയായ ലോർഡ് മൗണ്ട് ബാറ്റൺ ഭാരത് ആയേ, ലോർഡ് മൗണ്ട് ബാറ്റൺ ഭാരതത്തിലേക്ക് വന്നത്. അതായത് വൈസ്രോയി, അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. എന്താണ് വൈസ്രോയി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഹയസ്റ്റ് ഒഫീഷ്യൽ, ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. അതായത് ബ്രിട്ടീഷുകാരുടെ ഒരു കോളനിയായിരുന്നു ഇന്ത്യ. ആ ടൈമിൽ കോളനിയുടെ ഉത്തരവാദിത്വം ഒരു വൈസ്രോയിയെയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കോളനിയിൽ പ്രധാനപ്പെട്ടത് ഈ വൈസ്രോയി ആയിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ വന്ന ലാസ്റ്റ് വൈസ്രോയി ആയിരുന്നു അദ്ദേഹം. 1947 മാർച്ചിലാണ് ഇന്ത്യയിലേക്ക് വന്നത്. നമ്മൾക്ക് 1947 ആഗസ്റ്റിലാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഈ വൈസ്രോയി മാർച്ചിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി നോക്കാം. ജബ് എപ്പോഴാണോ അംഗ്രേസോം കി അന്തിം വൈസ്രോയി, ഇംഗ്ലീഷുകാരുടെ അവസാന വൈസ്രോയി ആയ ലോർഡ് മൗണ്ട് ബാറ്റൺ ഭാരതത്തിൽ ആയേ, ഭാരതത്തിലേക്ക് വന്നത്. അപ്പോൾ ഉന്നോനെ അദ്ദേഹം സോച്ച, ബാറ്റൺ ചിന്തിച്ചു, ഗാന്ധിജിയെ ബാത്ത് കിയെ ബഗൈർ, ഗാന്ധിജിയുമായിട്ട് ബാത്ത് കിയെ ബഗൈർ സംസാരിക്കാതെ, ബഗൈർ കൂടാതെ, ബാത്ത് കാര്യങ്ങൾ പറയാതെ എന്നർത്ഥം. ഭാരതത്തിൽ കുച്ച് നെയ്യ് കിയാ ജാ സക്ത, ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതായത് ഭാരതത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വൈസ്രോയിക്ക് ആരെ കൂട്ടുപിടിക്കണം? നമ്മുടെ ഗാന്ധിജിയെ കൂട്ടുപിടിക്കണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഗാന്ധിജി വരുമ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പൊ എന്താ പറയുന്നത് നോക്കാം. ഭാരത് മേ കുച്ച് നെയ്യ് കിയാ ജാ സക്ത, അതായത് ഭാരതത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല അദ്ദേഹമായിട്ട് സംസാരിക്കാതെ എന്ന് വിചാരിക്കുകയും, തോ പരമ്പരാനുസാർ, അങ്ങനെ പരമ്പരാനുസാർ അതനുസരിച്ച് ഉനോനെ അദ്ദേഹം, അതായത് വൈസ്രോയി ഗാന്ധിജിയെ ചായ് പർ ബുലായ, ചായ സൽക്കാരത്തിന് വിളിച്ചു. അവർ ഗാന്ധിജിനെ ഈ ആമന്ത്രൺ സ്വീകാർ ബി കർലിയ, ഗാന്ധിജിയാണെങ്കിൽ ഈ ആമന്ത്രൺ, ഈ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. അതായത് ഗാന്ധിജിയെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ ക്ഷണിച്ച് കാര്യങ്ങൾ സംസാരിച്ചാലേ കാര്യം നടക്കൂ, നമ്മുടെ ഭാരതത്തിൽ ആധിപത്യം സ്ഥാപിക്കണം, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനൊക്കെ ഇദ്ദേഹത്തെ കൂട്ടുപിടിക്കണം എന്നൊരു മനസ്സായിരുന്നു വൈസ്രോയിക്കുണ്ടായിരുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് വൈസ്രോയി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ്. അബ് വൈസ്രോയി ഭവൻ മേ ഇസ് ചായ് പാർട്ടിക്ക് ഭാരി തയ്യാരിയാം ശുരു ഹോ ഗയി. അങ്ങനെ ഇപ്പോൾ എന്താണ്, വൈസ്രോയി ഭവനത്തിൽ എന്താണ്, ഈ ചായ് പാർട്ടിക്ക്, ഈ ചായ പാർട്ടിയുടെ, ചായ സൽക്കാരത്തിന്റെ ഭാരിച്ച തയ്യാരിയാ ശുരു ഹോ ഗയി, തയ്യാറ് ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവിധ തയ്യാറെടുപ്പുകളും ഗാന്ധിജിയെ സൽക്കരിക്കാൻ വേണ്ടി നടത്തുകയാണ്. ഗാന്ധിജി ചായ് പിയേങ്ക, ആ സമയത്ത് വൈസ്രോയി ചിന്തിക്കുകയാണ്. എന്തൊക്കെയാണ് വൈസ്രോയി ചിന്തിച്ചത്? ഗാന്ധിജി ചായ് പിയേങ്കെ, ഗാന്ധിജി ചായ് കുടിക്കോ, അവർ ദൂത് അതോ പാലാണോ, അതായത് മിൽക്കാണോ കുടിക്കുന്നത് എന്ന സംശയം. വേ ശാകാഹാരിയെ, അദ്ദേഹം വെജിയാണോ, മാംസാഹാരി നോൺ വെജിയാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നെ കുർസി മേസ് പർ ബൈഠ്കർ, കുർസി ചെയറിലോ മേശയിലോ ഒക്കെ ബൈഠ്കർ ഇരുന്നിട്ടാണോ നാസ്ത കരേങ്കെ, നാസ്ത കഴിക്കുന്നത്, അതായത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നത്. യാ ഫർഷ് പർ ബൈഠ്കർ, അതോ നിലത്ത് ഫർഷ് എന്ന നിലത്ത് ബൈഠ്കർ ഇരുന്നിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. രസോയിയേക്ക ബ്രാഹ്മൺ ഹോന ജരൂരി ഹേ, രസോയി എന്ന് പറഞ്ഞാൽ പാചകക്കാരൻ, കുക്കർ.
അതായത് പാചകക്കാരൻ ബ്രാഹ്മണനാവുക എന്നത് ജരൂരിയെ അത്യാവശ്യമായിട്ടുണ്ടാവുമോ? യാ കൊയ്ബി ചലേകെ എന്തൊക്കെയാണ് അവ നടക്കുന്നത്? ആരാണോ നടത്തേണ്ടത്? ഉസ് ദിൻ ഗാന്ധിജി ക ഉപവാസ് തൊനയി രഹേക. ആ ദിവസം ഗാന്ധിജി ഉപവാസത്തിനൊന്നും ആവില്ലല്ലോ, വ്രതം ഉണ്ടാവില്ലല്ലോ. അതായത് ഗാന്ധിജിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സംഭവമൊന്നും ഉണ്ടാവില്ലല്ലോ, അതായത് ഉപവാസ വ്രതം ഒന്നും ഉണ്ടാവില്ലല്ലോ. ഉൻകെ സാത്ത് കിത്തന ലോക് ആയെങ്കിൽ, ഉൻകെ സാത്ത് അദ്ദേഹത്തിനോടൊപ്പം കിത്തനെ ലോക് എത്ര ആളുകളാണ് ആയെങ്കിൽ വരിക. അവർ വേ ക്യാ ഖായെങ്കിൽ അവരൊക്കെ എന്തൊക്കെയാണ് അവ കഴിക്കും, എന്തൊക്കെ കഴിക്കും. ഗാന്ധിജിക്കോ നാസ്തേമേ ക്യാ ഖാന പസന്ത്. ഗാന്ധിജി പ്രഭാത ഭക്ഷണമായിട്ട് എന്ത് കഴിക്കാനാണ് പസന്ത് ഇഷ്ടപ്പെടുന്നത്. ഉസേ പക്കാനെ കേലിയെ അത് പാകം ചെയ്യാൻ വേണ്ടി രസോയി കഹാംസെ ബുൽവായെ ജായകെ. രസോയിയെ പാചകക്കാരനെ കഹാംസെ എവിടെ നിന്നാണ് ബുൽവായെ ജായകെ വിളിക്കുക, കൊണ്ടുവരിക. അവർ സാമഗ്രി കഹാംസെ മങ്കുവായി ജായകി. സാമഗ്രികളൊക്കെ കഹാംസെ എവിടെ നിന്നാണ് മങ്കുവായി ജായകി കൊണ്ടുവരിക. ബഗൈരഹ് ഇതുപോലുള്ള തുടങ്ങിയ പല ഡൗട്ടുകളും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. ഗാന്ധിജി ഭാരതത്തിൽ നിന്നും ഗാന്ധിജിയെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഭാരതത്തിനെ സൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ചിന്തകളിൽ മുഴുകി. ആര്? നമ്മുടെ വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൺ പ്രഭു. ഓക്കെ, ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ശ്രീമതി മൗണ്ട് ബാറ്റൺ നെയ്സ്ക സാര ജിമ്മ ഖുദ്ലേലിയ. അങ്ങനെ ശ്രീമതി ഇദ്ദേഹത്തിന്റെ വൈസ്രോയിയുടെ പത്നി ഭാര്യ മൗണ്ട് ബാറ്റൺ ഇസ്കാസ് ഇതിന്റെ മുഴുവൻ ജിമ്മേന്താരി റെസ്പോൺസിബിലിറ്റി ഖുദ്ലേലിയ സ്വയം ഏറ്റെടുത്തു. സ്വയം ലേലിയ ഏൽപ്പിച്ചു, ഈ ഭാര്യയെ ഏൽപ്പിച്ചു എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് വൈസ്രോയി. ഓക്കെ, അടുത്ത പാരഗ്രാഫ്. ഗർമിയോം കെ ദിൻ തേ. വേനൽക്കാലമായിരുന്നു. ജിസ് കമരേമേം ഏതൊരു റൂമിലാണോ ഗാന്ധിജിക്കോ ബിഠാനാത്ത ഗാന്ധിജിയെ ഇരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു റൂമൊക്കെ വേണമല്ലോ സംസാരിക്കാൻ, ക്ഷണിച്ചിരുത്താൻ. ഉസേക്ക് ഘണ്ട അദ്ദേഹം വരുന്നതിന്റെ ഏക്ക് ഘണ്ട 1 മണിക്കൂർ പഹലെ മുമ്പ് തന്നെ റൂം ഒക്കെ കൂളർ ചലാക്കർ കൂളറൊക്കെ വെച്ചിട്ട് പൂരി തരഹ് ശരിക്കും മുഴുവനായിട്ട് ഡണ്ടാക്കർലിയ തണുപ്പിച്ചു. റൂമൊക്കെ തണുപ്പിച്ചു. ഇദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി റൂമൊക്കെ റെഡിയാക്കി തണുപ്പിച്ചു. ഉസ് ജമാനേമേ ആ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ പൂരെ ഹിന്ദുസ്ഥാൻ മുഴുവൻ ഏക് ഹി റൂം കൂളർത്ത ഒരേ ഒരു റൂം മാത്രമാണ് കൂളർ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിൽ മാത്രമാണ് ആദ്യമായിട്ട് കൂളർ ഉണ്ടായിരുന്നത്. അതും വൈസ്രോയി ഏർപ്പെടുത്തിയതായിരുന്നു. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഗാന്ധിജിക്ക് വേണ്ടിയിട്ട്. മക്സദ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗാന്ധിജിക്കോ ആരാം ദേനായിത. ഗാന്ധിജിയെ വിശ്രമം, ഗാന്ധിജിക്ക് ആരാം ദേനായിത വിശ്രമം കൊടുക്കുക എന്നതായിരുന്നു. ലേക്കിൻ എന്നാൽ ബസ് യഹീം സെ ഗഡ്ബഡ് ശുരു ഹോ ഗയി. എന്നാൽ ബസ് സ്റ്റോപ്പ് ബഹീം സെ ഇവിടെ മുതൽ ഗഡ്ബഡ് ശുരു ഹോ ഗയി പ്രശ്നം തുടങ്ങി. ഇവിടെ മുതലാണ് പ്രശ്നങ്ങൾ ശുരു ഹോ ഗയി പ്രശ്നങ്ങളുടെ തുടക്കം ഇവിടെ മുതലാണ്. അടുത്ത പാരഗ്രാഫ്. ഗാന്ധിജി अपनी धोती से अच्छी तरह बदल लपेट कर उस कमरे में अपनी कुर्सी पर सिमट कर बैठ गए. ഗാന്ധിജി അപ്പനി ധോത്തീസെ, ഗാന്ധിജി കൂളർ ഉപയോഗിച്ച റൂമിലാണല്ലോ ഇരിക്കുന്നത്. ആ സമയത്ത് ഗാന്ധിജി അപ്പനി ധോത്തീസെ തന്റെ മുണ്ടുകൊണ്ട് അച്ചി തരഹ് നല്ല പോലെ ബദൻ ശരീരം ലപേട്ട് കർ പുതച്ചിട്ട് ഉസ് കമരേമെ ആ റൂമിൽ അപ്പനി കുർസീപ്പർ തന്റെ ചെയറിൽ സിമട്ട് കർ ചുരുണ്ടു കൂടിയിട്ട് ബൈറ്റ് ഇരുന്നു. അവർ കുൻമുനാനേലകെ പിറുപിറുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കൂളർ ഉപയോഗിച്ച റൂമിൽ ഇരുന്നപ്പോൾ തുടങ്ങി ചുരുണ്ടുകൂടിയിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഗാന്ധിജി പിറുപിറുക്കാൻ തുടങ്ങി. ലോർഡ് മൗണ്ട് ബാറ്റൻ ഉൻസെ ബടി രാജനീതിക്ക് ബാത്തേം കർ രഹേ थे. ഈ സമയത്ത് ലോർഡ് മൗണ്ട് ബാറ്റൻ വൈസ്രോയി ഉൻസെ ഗാന്ധിജിയോട് ബടി വലിയ രാജനീതിക്ക് ബാത്തേം രാഷ്ട്രീയ കാര്യങ്ങൾ കർ രഹേ थे പറഞ്ഞുകൊണ്ടിരുന്നു ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അവർ ഗാന്ധിജി ബടെ അന്മനപ്പൻസെ, ഗാന്ധിജിയാണെങ്കിൽ വളരെ ഇഷ്ടമില്ലാതെ മനസ്സോടെ ദുഃഖത്തില് ഹാം ഹും കിയെ ജാരഹേ, അതായത് ഇങ്ങനെ മൂളിക്കൊണ്ടിരുന്നു.
ആഹും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൂളിക്കൊണ്ട് ആഖിർ മൗണ്ട് ബാറ്റനെ പൂച്ച അവസാനം മൗണ്ട് ബാറ്റൻ ചോദിച്ചു, പൂച്ചനെ ചോദിക്കുക, ക്യാ ബാത്ത് ഹേ, എന്താ കാര്യം? ഗാന്ധിജി പോലെ ആ സമയത്ത് ഗാന്ധിജി പറഞ്ഞു, ഈ കൂളർ കോ പ്ലീസ് ബന്ദ് കർ ദീജിയേ, ഈ കൂളറിനെ പ്ലീസ് നിങ്ങൾ ദയവായി കൂളർ ഒന്ന് ഓഫ് ചെയ്യണം, മുജേ സർദി ലഗരയി, എനിക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇസ് തരഹ് അപ്പനി ഷാൻ ദിഖാനെ കാ പഹലി മൗക്ക വൈസ്രോയി സെ ചീൻ ഗയെ, ഇസ് തരഹ് ഇത്തരത്തിൽ അപ്പനി ഷാൻ തൻ്റെ അഭിമാനം തൻ്റെ ആഡംബരം എന്നൊക്കെ പറയാം, ദിഖാനേക്ക കാണിക്കാൻ വേണ്ടിയുള്ള പഹലി മൗക്ക ആദ്യത്തെ അവസരം വൈസ്രോയിൽ നിന്നും ചീൻ ഗയെ തട്ടിയെടുത്ത് ഇല്ലാതാക്കി. എന്താണ് അദ്ദേഹത്തിൻ്റെ എല്ലാം മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതായി. കാരണം അദ്ദേഹം ഇതൊക്കെ റെഡിയാക്കിയതാണല്ലോ ആഡംബരം പോലെ. ഖൈർ ബാത്തെ ഹോത്തിരഹി, വിശേഷപ്പെട്ട പല കാര്യങ്ങൾ ഹോത്തിരഹി പറഞ്ഞുകൊണ്ടിരുന്നു. ലേക്കിൻ എന്നാൽ ഗാന്ധിജീനെ കോയി ഖാസ് രുചിനയില്ലി, ഗാന്ധിജി ഒരു ഖാസ് രുചിനെയും ഒന്നിനും ഒരു ഇൻട്രസ്റ്റും കാണിച്ചില്ല. ഗാന്ധിജി ആണെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഒന്നിനും കാണിച്ചില്ല. അടുത്ത പേര് ലോർഡ് മൗണ്ട് ബാറ്റനെ പൂച്ച, ഇത് കണ്ടപ്പോൾ ലോർഡ് മൗണ്ട് ബാറ്റൺ ചോദിച്ചു, പൂച്ച ചോദിച്ചു, കി എന്തെന്നാൽ ക്യാ ബാത്ത്, എന്താ കാര്യം? ഗാന്ധിജി പോലെ ഗാന്ധിജി പറഞ്ഞു, മേ ആ രഹാദ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തോ അപ്പോൾ രാസ്തേമേ വഴിയിൽ വെച്ച് റെയിൽ ഗാഡിമേ ട്രെയിനിൽ കിസീനെ ആരോ മേരി ഗഡി ചുരാലി, മേരി ഗഡി എൻ്റെ സമയം നോക്കുന്നൊരു വാച്ച് ഉണ്ടായിരുന്നു, അത് എന്താണ് കയ്യിൽ പിടിക്കലാണ്, ചുരാലി അത് മോഷ്ടിച്ചു. ബഹുത്ത് പുരാനി ഗഡി തീ, അത് വളരെ പഴയ ഒരു വാച്ചായിരുന്നു. അവർ മുജെ ബഹുത്ത് പ്യാരീതി, അതെനിക്ക് ബഹുത്ത് പ്യാരീതി വളരെ ഇഷ്ടമായിരുന്നു. മേ ഉസിയാഹാം, ഞാൻ അതിനെ ഈസ് തരഹ് അപ്പനി ധോത്തിമേ, ഇപ്രകാരം തൻ്റെ ധോത്തിയിൽ തൻ്റെ മുണ്ടിൽ കമരേസ് ഡെങ്കരത്തേത്ത്, കമർമേ എൻ്റെ അരക്കെട്ടിൽ ഡെങ്കരത്തേത്ത് തൂക്കിയിട്ടതായിരുന്നു. ജബ് ചാഹെ നികൽക്കർ, എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ നികൽക്കർ പുറത്തെടുത്തിട്ട് ടൈം ദേക്കിലെത്താതെ ടൈം നോക്കുമായിരുന്നു. മേ റോസ്, ഞാൻ ദിവസേന, ഞാൻ റോസ് ദിവസേന, സോനേസെ പഹലെ ഉറങ്ങുന്നതിന് പഹലെ മുമ്പ്, നിയമാനുസരിച്ച് ഉസ്മയും അതിൽ തന്നെ ചാബി ബർത്തത്, ചാബിയും നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ചാബിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെക്കുമായിരുന്നു. പതാനഹി അറിയില്ല, കോൻ ഉടാലി ആരാണ് എടുത്തതെന്ന്, അവർക്കോം എന്തുകൊണ്ടെടുത്തു എന്നും അറിയില്ല. അവർ ഗാന്ധിജി അഫ്സോസ്മേൻ ഡൂബുകയെ, ഗാന്ധിജി വളരെ ദുഃഖത്തിൽ ഇങ്ങനെ മുഴുകിപ്പോയി, ഇങ്ങനെ ദുഃഖത്തിലിരുന്നു. വൈസ്രോയിനെ ബി അഫ്സോസ് ജാഹിർ കിയ, വൈസ്രോയിയും അഫ്സോസ് ജാഹിർ കിയ, ഈ ഖേദം പ്രകടിപ്പിച്ചു. ഇതിൽ വൈസ്രോയിനെ ബി അഫ്സോസ് ജാഹിർ കിയ, ഖേദം പ്രകടിപ്പിച്ചു, ഖേദം. ലേക്കിനുവിനെ സമസ്മെ നെഹി ആയ, എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്തെന്നാൽ ഏക്ക് ചോട്ടീസി, അദ്ദേഹത്തിന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ടായിരുന്നു. കി എന്തെന്നാൽ ഏക്ക് ചോട്ടീസി പുരാനി ഗഡിക്കിൽ, ഒരു ചെറിയ പഴയ വാച്ചിന് വേണ്ടി ഈ ഒരു മനുഷ്യൻ എന്താണ് വൈസ്രോയിക്ക് ദാവത്ത്, വൈസ്രോയിയുടെ ഈ ഒരു സൽക്കാരം, ജൈസെ ജിന്ദഗിക്ക് സത്യ ശാന്ത, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഡംബരത്തിൻ്റെ ഒരു അവസരം, മജ, ആ ഒരു സന്തോഷം കിർക്കിര നഷ്ടപ്പെടുത്തുന്നു. ക്യോങ്കർ രഹെ, എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹം, എന്താണ് ഈ ചെയ്യുന്നത്? നല്ലൊരു സൽക്കാരം ഇല്ലാതാക്കുകയാണോ? ഒരു ചെറിയൊരു വാച്ച് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഈ ചായ സൽക്കാരം അല്ലെ ഈ നല്ലൊരു സമയം ഇല്ലാതാക്കുന്നോ എന്നൊക്കെ ആര് ചിന്തിച്ചു? ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ക്യായിസേ ഏക്ക് നൈഗടി ദിലാതു, ഞാനെന്താ ഇദ്ദേഹത്തിനൊരു പുതിയ വാച്ച് വാങ്ങിക്കൊടുത്താലോ? ലേക്കിനി മാനേകാതോടി, ഇത് അംഗീകരിക്കുവാവോ അദ്ദേഹത്തിന്? ഈ ഒരു ഇത് അദ്ദേഹം അംഗീകരിക്കുവാവോ? ഞാനൊരു വാച്ചൊക്കെ വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിച്ചു. യഹ്തോ യഹി കാഹേക, പക്ഷേ ഇതാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, മുജെ അപ്പനി വഹി പുരാനി ഗഡി ചായേ, എനിക്ക് പഴയ വാച്ച് തന്നെയാണ് എനിക്കിഷ്ടം എൻ്റെ പഴയ വാച്ച് തന്നെയാണ് എന്നായിരിക്കും ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഖൈർ, ശരി, എല്ലാം ശരി. ജബ് നാസ്തയ്ക്ക് ഭാര്യയായി, എപ്പോഴാണോ നാസ്തയ്ക്ക് വേണ്ടിയിട്ട് സമയമായത്, ഗാന്ധിജി ബോലെ പെൻസെ, നാസ്തയ്ക്ക് വേണ്ടി വിളിച്ചു. ഗാന്ധിജി ബോലെ പെൻസെ, ഗാന്ധിജി നിഷ്കളങ്കതയോടെ ബോലെ പറഞ്ഞു, ആപ്പ് ലോഗ് ലീജിയെ, താങ്കൾ കഴിച്ചോളൂ, താങ്കൾ കഴിക്കുവിൻ എന്ന് പറഞ്ഞു. ശരി, ഭക്ഷണം കഴിച്ചോളൂ എന്ന് അവർ വൈസ്രോയി പറഞ്ഞപ്പം ബോലെ പെൻസെ പോലെ വളരെ നിഷ്കളങ്കതയോടെ പറഞ്ഞു, താങ്കൾ കഴിച്ചാലും മേൻ തോപ്പന നാസ്ത സാത്തിലായാകെ, ഞാൻ
എൻ്റെ നാസ്ത ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടിയുള്ള നാസ്ത ഞാൻ എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. സോച്ചോ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇത്തനെ ലോകവും ഇത്തന ഹിമ്മത്ത് ಹೋಗಿ ഏത് മനുഷ്യ ഏത് ആളുകൾക്കാണ് ഇത്രയും ഹിമ്മത്ത് ಹೋಗಿ ഇത്രയും ഹിമ്മത്ത് ഇത്രയും ധൈര്യം ഉണ്ടാവുക? എന്തെന്ന് രാജാ നാസ്തേ പർ ബുലായി, രാജാവ് നാസ്തയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ വേ കഹുതി അദ്ദേഹം പറഞ്ഞു, ആപ്പ് ലീജിയെ താങ്കൾ കഴിച്ചോളൂ, മേൻ തോ അപ്പന നാസ്ത സാത്തിലായോ, ഞാൻ എനിക്കുള്ള നാസ്ത കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആരാണ് പറയാ? തബി ഗാന്ധിജിക്ക് സാത്ത് ഗയി ഉൻകി സഹയോഗിനെ. തബി അപ്പോൾ ഗാന്ധിജിക്ക് സാത്ത് ഗയി, ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഉൻകി സഹയോഗിനെ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ, ഖാദി കെ കമ്പിളിയുടെ ഏക്ക് പുരാനെ സെ ദൈലമി, ഒരു പഴയ കവറിൽ സഞ്ചിയിൽ നിന്ന് ഏക്ക് ചോട്ടാസ ഡിബ്ബ, ഒരു ചെറിയ ടിന്നും ഏക്ക് ചമച്ച് നികൽക്കർ, ഒരു സ്പൂണും നികാൽക്കർ പുറത്തെടുത്തിട്ട് ഗാന്ധിജിക്ക് സാമനെ രക്ക് ദിയ, ഗാന്ധിജിയുടെ സാമനെ മുന്നിൽ രക്ക് ദിയ വെച്ചു. ഡിബ്ബേമേ ആ ഒരു ടിന്നിൽ ബക്കരിക്ക് ദൂത് ബന, ആട്ടിൻ പാലുകൊണ്ട് ബന ഉണ്ടാക്കിയ ദഹി നെയ്യാണ് ഉണ്ടായിരുന്നത്. പിന്നെയാണെങ്കിൽ ചമച്ച് ഹാലാങ്കി ടൂട്ടാ ഹുവാ, അതിലുണ്ടായിരുന്ന സ്പൂൺ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ലേക്കിൻ ഉസ്കെ ടൂട്ടെ ഹത്തേപ്പർ, എന്നാൽ ഉസ്കെ അതിൻ്റെ ടൂട്ടെ ആ പൊട്ടിയ ഹത്തേപ്പർ കൈപ്പിടിയിൽ ലക്കടിക്ക് കപ്പച്ചി ദാഗേസെ, അതായത് ഒരു കമ്പിൻ്റെ ഒരു സ്റ്റിക്ക്, ഒരു ചെറിയ കപ്പച്ചി എന്ന ഒരു ചെറിയ സ്റ്റിക്ക്, ഒരു വടി കൊണ്ട്, ലക്കടി എന്ന തടി എന്ന മരത്തിൻ്റെ ഒരു ചെറിയ സ്റ്റിക്ക്, ഒരു വടി വെച്ചിട്ട് ദാഗേസെ ചരട് കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടാണ് അത് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം, ഇത് പാർട്ട് 1 ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് പാർട്ട് 2 ആണ് അടുത്ത ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇതുവരെ നിങ്ങൾ പഠിക്കുക. അടുത്ത പാർട്ട് 2 നമുക്ക് പഠിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.